ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഒമാനിൽ ഒരു പുതിയ പള്ളി, ഒരു നല്ല വലിയൊരു പള്ളിയാണ്. അപ്പം പള്ളി കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ പള്ളി കാണാനായിട്ടൊരു അവസരം. ഇതിൻ്റെ വർക്കുകൾ മുഴുവൻ നമ്മളാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ, ഇൻറ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ കളറുകൾ ഇതെല്ലാം നമ്മളാണ് ചെയ്തിട്ടുള്ളത്. ഇത് അതിൻ്റെ ഒരു കോർട്ട്യാർഡാണ്, നടുമുറ്റം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ 4 വശങ്ങളിലും അതിൻ്റെ ഫ്രണ്ട് ഒരു വശത്ത് അതിൻ്റെ എൻട്രൻസ് ഇരുവശങ്ങളിലായിട്ട് ലേഡീസ് മസ്ജിദ് ഉണ്ട്. ഒരു വശത്ത് ജെൻസ് മസ്ജിദ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് മെയിൻ പ്രയർ ഹാൾ വരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഏരിയ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡൂമാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനാറിനൊക്കെ നല്ല ഹൈറ്റുള്ള മിനാറൊക്കെയാണ്. ഇപ്പം നമ്മൾ ക്യാമറയിലൂടെ മൊബൈലിലൂടെ കാണുമ്പോൾ, ഇപ്പോൾ അടുത്ത് കാണുമ്പോൾ നമുക്കതത്ര തോന്നുന്നില്ല ക്യാമറയിലൂടെ എങ്കിൽ കൂടി ഇത് വളരെ ഭയങ്കര വലുപ്പത്തിലുള്ള ഒരു പള്ളിയാണ്. ഈ താഴെ നിന്ന് കാണുന്ന ഈ മാർബിൾ തന്നെ ഒരാളിനേക്കാൾ ഉയരത്തിൽ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഹൈറ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നടന്നിട്ടുള്ളത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ പള്ളി. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തന്നെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. 4 വശങ്ങളിൽ ഇതേപോലെ തന്നെ അതിന് ഇങ്ങനെ കോറിഡോർ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ഭംഗിക്കാണ് ചെയ്തിട്ടുള്ളത്, നല്ല ഹെവി ആയിട്ട്. അപ്പം ഇത് നമ്മുടെ എൻട്രൻസ് ഏരിയയാണ്. പള്ളിയിലേക്ക് ഫസ്റ്റ് കടക്കുമ്പം ആദ്യം വരുന്ന എൻട്രൻസ് ഏരിയയാണ്. ഇവിടെ ഒരു ഡൂമുണ്ട്, ആ ഡൂമാണ് കാണുന്നത്. നല്ല ഹൈറ്റുള്ള ഡൂമാണ്. പക്ഷേ നമുക്ക് ക്യാമറയിൽ അത് ഒരു ചെറിയൊരു ചക്രം പോലെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഡൂമാണ്, നല്ല ഹൈറ്റിലുള്ള ഒരു ഡൂമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ എൻട്രൻസ് വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ഉള്ളിലേക്ക് പോയി കാണാം. അപ്പോൾ ഈ പള്ളി നേരെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യമേ കാണുന്നത്, അങ്ങ് ദൂരെ കാണുന്നത് മെഹ്റാബാണ്. അത് മൊത്തം ടൈലുകളാണ്, ചെറിയ ടൈലുകൾ കൊണ്ടാണ് ആ ഡിസൈൻ മൊത്തം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വലതുവശത്ത് കാണുന്നത് ഇമാം നിന്ന് സംസാരിക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് എല്ലാവരും കാണുക. ഞാൻ മൊത്തം വിവരിക്കേണ്ടതില്ലാത്തതുകൊണ്ട് കുറച്ച് ഇതൊക്കെ വിവരിച്ച് തരാം. ഈ മെയിൻ പ്രയർ ഹാളിനകത്ത് 3 ഡൂമുകളാണുള്ളത്. പ്രധാനമായിട്ടും